കാരണഭൂതമല്ല ദുർഭൂതമാണ് പിണറായി വിജയൻ എന്ന് വാദി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നു. അതിന് പിണറായി വിജയനോ അദ്ദേഹത്തിന് വേണ്ടി എപ്പോഴും വക്കാലത്തെടുക്കാറുള്ള കെ ബാലനോ ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് കെ ബാലൻ ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ ഇപ്പോ തിരുവായിക്ക് എതിർവായില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ആകപ്പാടെ മാറിയിരിക്കുന്നു. തിരുവായിക്ക് എതിർവാ, അതുപോലെ ശബ്ദവും സ്വരവും ഉയർത്താൻ വേണ്ടി പാർട്ടിയുടെ അണികൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ്. സംസ്ഥാന കമ്മിറ്റിയിലും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒക്കെ ആളുകൾ പിണറായിക്ക് എതിരായിട്ട് ശബ്ദമുയർത്തി തുടങ്ങിയിരിക്കുന്നു. അവിടെ പി ജയരാജൻ തന്നെ കണ്ണൂരിൽ എപ്പോഴും CPM-ല് പിണറായി പക്ഷത്ത് നിന്നുകൊണ്ട് VS അച്യുതാനന്ദൻ പക്ഷത്തെ അതിശക്തമായിട്ട് കൂടം കല്ലിൽ അടിക്കുമ്പോൾ കീടം തെറിക്കുമെന്ന് കീടമായിട്ട് VS അച്യുതാനന്ദനെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ധൈര്യപ്പെട്ട ധാർഷ്ട്യമുള്ള പി ജയരാജൻ ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയും ചിത്രവുമാണ് നമ്മുടെ സമകാല കേരളം കാണിക്കുന്നത്. അതായത് ശൈലജ ടീച്ചറെ അടുത്ത മുഖ്യമന്ത്രിയാക്കുവാൻ, അത് അടുത്തതെന്ന് പറയുന്നത് എപ്പോഴാണ്, രണ്ടാം പിണറായി മന്ത്രിസഭയിലാണോ അതോ മൂന്നാം പിണറായി മന്ത്രിസഭയിലാണോ എന്നുള്ളത് വ്യക്തമല്ല, ആക്കാൻ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെന്നും വടകരയിൽ പാർലമെന്റ് സ്ഥാനത്തേക്ക് നിർത്തിയപ്പോൾ ഡൽഹിയിലേക്ക് പായ്ക്ക് ശ്രമമാണോ എന്നും അവരെ തോൽപ്പിച്ച് ഇരയാക്കാനുള്ള ശ്രമം ആണോ എന്നും പാർട്ടി അണികൾക്ക് സംശയമുണ്ടായിരുന്നുവൊക്കെ പി ജയരാജൻ ഇപ്പോൾ വെളിപ്പെടുത്താൻ ധൈര്യം കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായ CPI പറഞ്ഞിരിക്കുന്നത് ഈ വിഗ്രഹം ഉടയ്ക്കണം, വിഗ്രഹധ്വംസനം തന്നെ. വിഗ്രഹാരാധനയിൽ വിശ്വസിക്കാത്ത പാർട്ടിയാണെങ്കിലും വിഗ്രഹങ്ങൾ ഉടയട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ പിണറായി വിജയനെ ഒരു വിഗ്രഹമായി വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണഭൂതൻ എന്നാണല്ലോ അദ്ദേഹത്തെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ കണ്ണൂരിൽ വമ്പിച്ച വിജയം CPM-ന്റെ ഗ്രാമങ്ങൾക്ക് മേൽ പോലും നേടിയ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് അസ്ഥി മാത്രമായിട്ടുള്ള അസ്ഥികൂടം, പാർട്ടിയുടെ അസ്ഥികൂടം കാത്തു സൂക്ഷിക്കുന്ന ദുർഭൂതമാണ്, കാരണഭൂതമല്ല ദുർഭൂതമാണ് പിണറായി വിജയൻ എന്ന് വാദി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നു. അതിന് പിണറായി വിജയനോ അദ്ദേഹത്തിന് വേണ്ടി എപ്പോഴും വക്കാലത്തെടുക്കാറുള്ള കെ ബാലനോ ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് കെ ബാലൻ ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ദയനീയമാണ് വളരെ. അദ്ദേഹത്തിന് പിന്തുണയ്ക്കാൻ സുരാജിനെ പോലുള്ള ആളുകൾ മുമ്പുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ആരും രംഗത്ത് വരുന്നില്ല. അതുപോലൊരു ദയനീയമായിട്ടുള്ള സ്ഥിതിയിലാണ് ഇപ്പോ കേരളത്തിന്റെ ഇരട്ട ശംഖനായിട്ടുള്ള വടിവാളുകൾക്കിടയിലൂടെ സധൈര്യം മുന്നോട്ട് നീങ്ങിയ ആ നേതാവ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്തായാലും അദ്ദേഹത്തിന്റെ അമേരിക്കൻ യാത്ര ഉടനെ ഉണ്ട്. അമേരിക്കൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. കാരണം പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം, സെൻട്രൽ കമ്മിറ്റി യോഗം നടക്കുകയാണ് ഡൽഹിയിൽ 28, 29 തീയതികളിൽ. അവിടെ വെച്ചൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞിരിക്കുന്നത്. ക്ലച്ചൂരി പോയി കേരളത്തിലെ സ്ഥിതി കണ്ട് യെച്ചൂരിക്ക്, അതായത് 18 സീറ്റെങ്കിലും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 20 അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത്. അതിലിപ്പോ ഒരു സീറ്റ് മാത്രം. വളരെ നിരാശയിലാണ് അവർ. ആ നിരാശ, അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലൊരു നേതൃത്വ മാറ്റം ഉണ്ടാകുന്നതിനെ കുറിച്ച് കൽക്കട്ടയിൽ വെച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊന്നും തള്ളിക്കളയാതെയാണ് പറഞ്ഞത്. തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് വളരെ ഗൗരവമായിട്ടാണ് പാർട്ടി എടുക്കുന്നത്. വലിയൊരു പരാജയമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള നടപടികൾക്കുള്ള തീരുമാനങ്ങൾ അതാണല്ലോ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവൈലബിൾ പോളിറ്റ് ബ്യൂറോ അല്ല, ശരിയായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ ചേരും. അപ്പോൾ അവിടെ വെച്ചൊരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് പാർട്ടിയുടെ രീതി. അത് തലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വളരെ വൈകും തീരുമാനം എടുക്കാൻ കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാവും. എങ്കില് ഈ നേതൃത്വവുമായിട്ട്, ഈ ഒരു ഘടനയുമായിട്ട്, ഈ ഒരു വിഗ്രഹവുമായിട്ട് ഈ അമ്പലം നിലനിൽക്കുകയില്ല. അവിടെ കൈകൂപ്പി തൊഴുന്നവരൊക്കെ ഇപ്പൊ വരാതായിരിക്കുന്നു. അവിടെ ശത്രുപൂജയും ശത്രു സംഹാര പൂജയും വഴിപാടും ഒക്കെ കഴിക്കുന്നവരൊക്കെ ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതായിരിക്കുന്നു. ഇപ്പൊ ആ ക്ഷേത്രം ഒരുമാതിരി തകർന്ന അവസ്ഥയിലാണ്. ഒരു ജീർണോദ്ധാരണത്തിന് സമയമായിരിക്കുന്നു എന്ന തിരിച്ചറിവ് CPM അണികളിൽ മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തിലും ഉണ്ടായിരിക്കുന്നു. അതിന്റെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI-യിലും ഉണ്ടായിരിക്കുന്നു. CPI-യിലെ മുന്നണി മാറ്റത്തെക്കുറിച്ച് പോലും ചർച്ചകൾ ഇടുക്കിയിൽ
വന്നു കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ ഔദ്യോഗികമായി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മുന്നണി മാറിയാലും കുഴപ്പമില്ല. കാരണം സമാസമമാണ്. ആ വലത്തെ കാലെടുത്ത് വടത്തെ കാലിലെ മന്തെടുത്ത് ഇടത്തെ കാലിലേക്ക് മാറ്റുന്നത് പോലെ അങ്ങോട്ട് പോയാൽ എൻ ഡി എയിലല്ല ഇന്ത്യ മുന്നണിയിൽ പോവും, ഇങ്ങോട്ട് പോയാൽ അത് ഇന്ത്യ മുന്നണി തന്നെ. സമാസമമാണ്. രണ്ടു വശത്തെ CPM-ൽ ചേർന്നാലും ശരി, കോൺഗ്രസ് മുന്നണിയിൽ ചേർന്നാലും ശരി, അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. അപ്പൊ അവിടെ യാതൊരു വിധത്തിലുള്ള കൂറുമാറ്റവും ഉണ്ടാവുന്നില്ല. സാങ്കേതികമായിട്ടുള്ള ഒരു മാറ്റം മാത്രമേ, പേരിലൊരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ. CPM-ഉം കോൺഗ്രസും കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഒന്നാണ്. പല സംസ്ഥാനങ്ങളിലും അവരൊന്നിച്ചാണ് പോരാട്ടം നടത്തി BJP-യെ പരാജയപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇതേ സമയം തന്നെ നമ്മളൊന്ന് നോക്കേണ്ടത്, കേന്ദ്രത്തിലെ കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ മോദി വന്നിട്ടും ഘടക കക്ഷികളിൽ നിന്നോ അല്ലെങ്കിൽ BJP-യിൽ നിന്നോ യാതൊരു തരത്തിലുള്ള വിമർശനങ്ങളും മോദി നേരിടുന്നില്ല. അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ RSS-ൽ നിന്ന് കുറച്ച് വിമർശനങ്ങൾ വന്നു. അത് വരണം, എപ്പോഴും വന്നുകൊണ്ടിരിക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പും വന്നു, അതിനുശേഷവും വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല. പക്ഷേ ഈ ഘടകകക്ഷികളിൽ നിന്നോ BJP-യിൽ നിന്നോ തന്നെ യാതൊരു വിമർശനവും കൂടാതെയാണ് BJP ധൈര്യസമേതം നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടതെന്ന കാര്യവും അതുപോലെ തന്നെ ഘടകകക്ഷികൾക്ക് വഴങ്ങിക്കൊടുക്കുന്നില്ല. ഇവിടെ കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് അനാവശ്യമായിട്ടുള്ളൊരു അവകാശവാദം ഉന്നയിച്ചപ്പോൾ അത് കൊടുക്കേണ്ടി വന്നു പിണറായി വിജയന്. പക്ഷേ കേന്ദ്രത്തിൽ അങ്ങനെയുള്ള സ്പീക്കർ സ്ഥാനം പോലും കൊടുക്കാതെ BJP-ക്ക് തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോ BJP ഇപ്പൊ 2 ദിവസത്തിനകം അറിയാം അതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ കേരളത്തിൽ എല്ലാത്തിനും വഴങ്ങിക്കൊടുത്തുകൊണ്ട് ഈ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാൻ പോലും കഴിയാത്ത വിധം പോയിരിക്കുകയാണ്. ഇപ്പം പിണറായിക്ക് പകരം താൻ രാജിവെച്ചോളാമെന്ന് KN ബാലഗോപാൽ പറയേണ്ട അവസ്ഥയിൽ വരെ എത്തി. കാര്യങ്ങൾ അത്ര ഭദ്രമൊന്നുമല്ല. പിണറായിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല. അദ്ദേഹത്തിന്റെ ഏകാധിപത്യത്തിന് കീഴിൽ ഒതുങ്ങുന്നില്ല, ഒതുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് CPM കേരളത്തിൽ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കങ്ങളുമില്ല. അത് നിരസിക്കാൻ MP ഗോവിന്ദൻ ശ്രമിച്ചു എങ്കിലും MP ഗോവിന്ദനും അധികകാലം അത് നിരസിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞ ന്യായീകരണം, അദ്ദേഹം വലിയൊരു നേതാവല്ലേ, അദ്ദേഹം 2 തവണ പാർട്ടിയെ അധികാരത്തിൽ എത്തിച്ചതല്ലേ, അപ്പൊ അദ്ദേഹത്തിനെ മാറ്റേണ്ട കാര്യം എന്തുവാണ് എന്നുള്ള ഭരണപരാജയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും അദ്ദേഹം മിണ്ടിയതുമില്ല. ഭരണം പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും അപ്പോൾ യോജിപ്പാണ്. നേതാവാണെന്നുള്ള കെയറോപ്പിലാണ്. അങ്ങനെയല്ലല്ലോ, ഒരു മുഖ്യമന്ത്രി ആയിരിക്കേണ്ടത് ഭരണ മികവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. അങ്ങനെ പറയാൻ ഇപ്പോ ഗോവിന്ദൻ മാഷ് പോലും തയ്യാറാകുന്നില്ല, MP ഗോവിന്ദൻ മാഷ് പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന കാര്യം. അപ്പൊ അങ്ങനെ മൊത്തത്തിലൊരു മാറ്റം വന്നിരിക്കുന്നു CPM-ന്റെ. അതുപോലെ തന്നെ പിണറായി വിജയന്റെ പ്രതിച്ഛായയ്ക്ക് വൻ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോ പിണറായി വിജയൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമായിട്ടുള്ള ഈഴവ സമുദായത്തിന്റെ വോട്ട് BJP-യിലേക്ക് മാറി. അതുകൊണ്ടാണ് അത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിലും വന്നിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു പരാജയം അനലൈസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഭരണപരാജയം അനലൈസ് ചെയ്യേണ്ടതിന്റെ പകരം ഈഴവർക്ക് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ചിരകാലമായിട്ട് അവർ CPM-നാണല്ലോ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ഈ ആരോപണം ആരും ഉന്നയിച്ചില്ലല്ലോ. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പുനരാലോചിക്കണം. അവരുടെ SDPI-യുമായിട്ടും അതുപോലെ ജമായത്ത് ലീഗിനും വഴങ്ങുന്നത്. CPM വഴങ്ങിയിട്ടില്ലേ? അവരുടെ ജമായത്ത് ലീഗ് എന്ന് ജമായത്ത് എന്ന് പറയുന്നത് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണല്ലോ എന്ന് ആവശ്യപ്പെടുന്ന അങ്ങനെ ഒരു സിദ്ധാന്തമുള്ള, അങ്ങനെ ഒരു ലക്ഷ്യമുള്ള സംഘടനയാണെന്ന് CPM ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ SDPI-യുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ SDPI-യുടെ ഒപ്പം CPM അല്ലേ നിന്നിട്ടുള്ളത്? ഇപ്പൊ ഈ പൊതുബോധം എങ്ങനെയാണ് പിണറായി വിജയൻ വന്നിരിക്കുന്നത്? പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാ, NGO യൂണിയൻ സമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞ കാര്യങ്ങളായി പറയുന്നത്. SDPI-യെയാണ് പഴി പറഞ്ഞിരിക്കുന്നത്. SDPI-യുടെ പിന്തുണ കിട്ടിയിട്ടുള്ളത് CPM-ന് തന്നെയാണ്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും കിട്ടിയിട്ടുള്ളത് CPM-ന് തന്നെയാണ്. മുസ്ലിം ലീഗ് UDF-ന്റെ പിന്തുണയുമായിട്ട് അവരുടെ നിലപാടിൽ പോയി. സമസ്തയെ കൈവശമെടുക്കാൻ വേണ്ടി, സമസ്തയുടെ വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ട് ഭഗീരഥ പ്രയത്നം ചെയ്തത് ആരാ? ഇസ്രായേലിനെതിരെ കോഴിക്കോട്ട് സമ്മേളനം നടത്തിയത് ആരാ? അവിടെ ഹമാസിന്റെ പ്രതിനിധിയെ കൊണ്ടുവന്നത് ആരാ? ഹമാസിന് വേണ്ടി സംസാരിച്ചത് ആരാ? CPM നേതാക്കളല്ലേ. എന്നിട്ട് നിങ്ങൾ മുസ്ലിം ലീഗിനെ കൂടെ, എന്നിട്ടും മുസ്ലിം ലീഗിന് ഒരു പോറലേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. എന്നിട്ട് അതിന് മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തുക. നിങ്ങളെ ആണ് വിമർശിക്കേണ്ടത്, അല്ല മറ്റു പാർട്ടികളെ വിമർശിച്ചുകൊണ്ട് നിങ്ങളുടെ പരാജയത്തിന് മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് സത്യസന്ധമായിട്ടുള്ള ഒരു അപഗ്രഥനമായിരിക്കുകയില്ല എന്നുള്ളതാണ്.
മറ്റുള്ളവരെ നിങ്ങൾക്ക് ആ വോട്ട് നേടാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഭരണപരാജയം കൊണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വർഗീയാടിസ്ഥാനത്തിനും ജാതീയാടിസ്ഥാനത്തിനും തന്നെയാണ് നിലനിന്നിരുന്നത് ഒരു പ്രസ്ഥാനമാണ് നിങ്ങൾ. ആ നിലനിന്നിരുന്ന വോട്ടുകൾ പോകാൻ കാരണം നിങ്ങളുടെ ഭരണപരാജയം തന്നെയാണ്. സാമാന്യ ജനങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയമല്ല, അവരുടെ ജീവിതത്തിന്റെ ഗുണനിലവാരമാണ് പ്രശ്നം. പാർട്ടി വോട്ടുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭരണപരാജയത്തിന്റെ ഫലമായിട്ട്. അപ്പോ ഇത് തെറ്റായിട്ട് അവരുടെ ദേഷ്യപ്പെടുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ വർഗീയത, നിങ്ങളുടെ ജാതീയത അതായത് വിലയിരുത്തണം. സ്ഥലഭരണം കാഴ്ചവെക്കണം, സ്ഥലഭരണം കാഴ്ചവെക്കുന്നത്. ജാതീയതയ്ക്കും വർഗീയതയ്ക്കുമെതിരായിട്ട് ഈ ശരീരത്തിൽ ഒരു വെല്ലുവിളിക്കാൻ തയ്യാറായപ്പോഴാണ് കേരളത്തിൽ യഥാർത്ഥമായിട്ടുള്ള ഇടതുമുന്നണി, വർഗീയ സ്വഭാവമുള്ള കക്ഷികളില്ലാത്ത ഒരു മുന്നണി ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോഴത്തെ മുന്നണി അങ്ങനെ വർഗീയ സ്വഭാവവും വലതുപക്ഷ സ്വഭാവവും ഇല്ലാത്ത മുന്നണിയാണെന്ന് പറയാൻ പറ്റുമോ? CPIക്കും അത് അവകാശപ്പെടാൻ കഴിയും. മറ്റേത് കക്ഷിക്കാണ് അതിൽ അവകാശപ്പെടാൻ കഴിയാത്ത? ജാതീയത വർഗീയത തീണ്ടാത്ത ഏത് പാർട്ടിയാണതുള്ളത്? നിങ്ങളും അതിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങളും ആ വർഗീയതയെ പ്രീണിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കൂ. അതല്ലേ സത്യം.